ഹലോ എവരി വൺ, ഗാഗോളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പരേഡ് ഗ്രൗണ്ടിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ നമ്മുടെ പപ്പാഞ്ഞിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ന്യൂ ഇയർ പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിങ് ആരംഭിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവരും നമ്മുടെ കൂടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയോ. നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പം നമുക്ക് വീഡിയോ പോകാം. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വെളി ഗ്രൗണ്ടിലാണ് കേട്ടോ. ഫോർട്ട് കൊച്ചി പോകുന്ന വഴി തന്നെയുള്ള വെളി ഗ്രൗണ്ടിലാണ് വന്നിരിക്കുന്നത്. വെളി ഗ്രൗണ്ടിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് അവിടുത്തെ അടിപൊളി കാഴ്ചകൾ കാണാം. തന്നെ വെളി ഗ്രൗണ്ടിന്റെ അകത്തോട്ട് കയറുന്നിടത്ത് തന്നെ ലൈറ്റ് സെറ്റിങ്ങിന്റെ ഒരു കവാടം കൊടുത്തിരിക്കുന്നത് നല്ല രസം. ഇതിപ്പം നമ്മൾ ഈ വൈകിട്ടായതുകൊണ്ട് ഇതിന്റെ ലൈറ്റൊക്കെ ഓണല്ല. അപ്പൊ ഓണാക്കി കഴിഞ്ഞാൽ പൊളിയായിരിക്കും, അടിപൊളിയായിരിക്കും നൈറ്റ്. വെളി ഗ്രൗണ്ടിലെ കൂട്ടൻ പപ്പാഞ്ഞിയാണ് നമ്മൾ കാണുന്നത്. ഈ വർഷത്തെ നമ്മുടെ ന്യൂ ഇയർ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ആഘോഷം ഇവിടെ വെച്ചായിരുന്നു നടത്താനായിട്ടിരുന്നത്. ക്രിസ്മസ് ആഘോഷം, അതുപോലെ തന്നെ ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും പിന്നെ നമ്മുടെ പഴയ പരേഡ് ഗ്രൗണ്ടിലോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പൊ പപ്പാഞ്ഞി കത്തിക്കുന്നത് പരേഡ് ഗ്രൗണ്ടിലാണ്. പക്ഷെ ഈ പപ്പാഞ്ഞിയും ഇവിടെ ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത് വരുന്നത്. പക്ഷെ ഇത് സേഫ്റ്റി കുറവ് മൂലം പിന്നെ നമ്മൾ പരേഡ് ഗ്രൗണ്ട്, നമ്മൾ പഴയ പരേഡ് ഗ്രൗണ്ടിൽ നടത്തുന്ന പോലെ തന്നെ പരേഡ് ഗ്രൗണ്ടിലാണ് ഇപ്പം പപ്പാഞ്ഞി കത്തിക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള നമ്മളെ ലൈറ്റ് മരമാണ് കാണുന്നത് കേട്ടോ. മൊത്തം പപ്പാഞ്ഞികൾ, ചെറിയ ചെറിയ പപ്പാഞ്ഞികൾ, അതുപോലെ ഫുൾ ലൈറ്റാണ്. ഇത് നൈറ്റ് അടിപൊളിയാണ്. ഇതിന്റെ ഓപ്പൺ നമ്മൾ ക്രിസ്മസിന് കണ്ടതാണ് കേട്ടോ, പല വീഡിയോസിനകത്ത് കണ്ടതാണ്. അടിപൊളിയാണ് നൈറ്റ് കാണാൻ. ഇത് ഫുള്ള് കറക്റ്റായിട്ട് നമ്മളെ പഴം നിൽക്കുന്നുള്ള മരങ്ങളിൽ നല്ല കിടിലൻ ലൈറ്റ് മരമായിട്ട് നല്ല കളർഫുള്ളായിട്ട് നിൽക്കും. അടിപൊളിയാണ് കാണാൻ, നല്ല രസമാണ്. എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും വീഡിയോസും ഫോട്ടോസൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. വലിയ വലിയ ലൈറ്റുകൾ. വെളിയിൽ ഇനി നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോവാണ്. ഇത് ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, ഭയങ്കര ആളാണ്. നല്ല വണ്ടിയൊക്കെ നല്ല രീതിയിൽ ബ്ലോക്ക് ആവുന്നുണ്ട്. ഇനി വണ്ടി ഉടനെ ഇനി അകത്തോട്ട് ഫോർട്ട് കൊച്ചിയിലോട്ടൊക്കെ വണ്ടികളെ കയറ്റി വിടത്തില്ല. അതിനുകൊണ്ട് നമുക്ക് ഫോർട്ട് കൊച്ചിയിലോട്ട് പോകണം. ഈവനിങ് കാഴ്ചയാണ് കാണുന്നത്. വെളി ഗ്രൗണ്ടിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ കാണുന്നത് കേട്ടോ. തൊട്ടടുത്ത് തന്നെ കാണുന്ന കാഴ്ച ന്യൂ ഇയർ പ്രമാണിച്ച് ന്യൂ ഇയർ ആഘോഷങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെളി ഗ്രൗണ്ടിൽ. ആകാശം കോട്ടയിലെ മോട്ടോർ ഭംഗി അത്ഭുതകരമായ അപ്പോൾ നമ്മൾ ആ വെളി ഗ്രൗണ്ടിൽ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിയിൽ വന്നിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ നഗരവീഥികളും ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷ തിമിർപ്പിലാണ്. എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും സന്തോഷത്തിന്റെ ഒരു സുദിനം കൂടിയാണ് ഈ പുതുവത്സരം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പാഞ്ഞി കത്തിക്കുക എന്നാണ്. കൊളോണിയൻ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ ഇവിടെ നടത്തിയിരുന്ന പുതുവത്സര ആഘോഷത്തിലാണ് ഇന്നത്തെ കാർണിവലിന്റെ തുടക്കമെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ പരേഡ് ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ കാണാൻ നമുക്ക് അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ട് ഒരുക്കുകയും ചെയ്യുന്ന പപ്പാഞ്ഞി കെട്ടിലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ പപ്പാഞ്ഞി രാത്രി 12 മണിയാകുമ്പോൾ നമ്മുടെ പുതുവത്സര പുലരിയിൽ ഇതിനെ കത്തിക്കും. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് ഇവിടെ കാണാൻ വരുന്നത് കേട്ടോ. നമ്മുടെ ഈ പപ്പാഞ്ഞിയും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി ബീച്ചിലെ നമ്മുടെ ന്യൂ ഇയർ ആഘോഷങ്ങളും ഒക്കെ പങ്കെടുക്കുവാനും ആസ്വദിക്കാനും ഒക്കെ എല്ലാം കാണുവാനും ഒരുപാട് ആൾക്കാരായിട്ട് ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ വിദേശത്ത് നിന്നും ആൾക്കാർ അവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഗ്രൗണ്ടിൽ ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 2 ആഴ്ച നീണ്ടിരിക്കുന്ന ഒരു ഉത്സവ ആഘോഷമാണ് നമ്മുടെ ഈ ഫോർട്ട് കൊച്ചിയിലെ ഈ പുതുവത്സര പ്രോഗ്രാമുകൾ. നമ്മുടെ ഗാട്ട ഗുസ്തിയും അതുപോലെ തന്നെ ബൈക്ക് റേസിങ്, അതുപോലെ തന്നെ പല പല ഗെയിംസുകളുണ്ട് കേട്ടോ. ഫുട്ബോൾ അങ്ങനത്തുള്ള ഗെയിംസുകൾ, പല ഇഷ്ടംപോലെ ഗെയിംസുകളുണ്ട്. അതുപോലെ തന്നെ കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും എല്ലാം കൂടി ചേർന്നൊരു ഇവൻ്റാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി നമ്മുടെ പുതുവത്സര പ്രോഗ്രാമുകൾ. ഇപ്പോൾ ഉള്ള ഗ്രൗണ്ടിൽ, നമ്മുടെ പരേഡ് ഗ്രൗണ്ടിൽ ഗാനമേള ആരംഭിച്ചിരിക്കുകയാണ്. ഗാനമേളയുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അപ്പം രാത്രിയായപ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ
നല്ല ആഘോഷത്തിമിർപ്പിലാണ്. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഫുള്ള് നല്ല ക്രൗഡുണ്ട്. അതുകൊണ്ട് സേഫ്റ്റി അടിപൊളിയായിട്ട് പോലീസുകാർ നോക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോലീസുകാർ പല സ്ഥലങ്ങളിലും ബാരിക്കേഡൊക്കെ തീർത്ത് അടിപൊളിയായിട്ട് അവർ എല്ലാവരെയും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനുവരി 1 വൈകിട്ട് 4 മണിക്ക് നമ്മുടെ സമാപനം കുറിച്ചുകൊണ്ട് നമ്മുടെ പൊട്ടൂച്ചി കാർണിവലിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നിശ്ചല ദൃശ്യങ്ങൾ അതുപോലെ ഒരുപാട് കലാരൂപങ്ങളും ഒക്കെ അണിയിച്ച കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ജനുവരി 1 വൈകിട്ട് 4 മണിക്കാണ് അതിൻ്റെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. നല്ല തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. എല്ലാ സൈഡിലും പരേഡ് ഗ്രൗണ്ടിൽ കയറുന്ന എല്ലാ സൈഡും നമ്മളെ പോലീസുകാർ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആൾക്കാർ നല്ല രീതിയിലുണ്ട്. നമ്മൾ ഇവിടെ ബ്രിസ്റ്റോ എന്ന് പറയുന്ന ഹോട്ടലിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തതാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. സീ വ്യൂ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ പോയി ഡിന്നറൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഡിന്നറൊക്കെ ഉണ്ട്. നമുക്ക് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് അവിടെ എൻജോയ്മെൻറ്റ് ചെയ്യാം. അവിടെ എൻജോയ് ചെയ്യുന്ന പ്ലേസൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വട്ടമൊക്കെ ഇവിടെ ബുക്ക് ചെയ്തിട്ട് നമ്മളിവിടെ വന്നതാണ്. നല്ല അടിപൊളി ഒരു കിടിലം പ്ലേസ് ആണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഹോട്ടൽ റെസ്റ്റോറൻ്റ് ആണ്. ഓൾഡ് ലൈറ്റ് ഹൗസ് ബ്രിസ്റ്റോ എന്ന് പറയുന്ന ഹെറിറ്റേജ് ഫോർട്ട് കൊച്ചിയിലുള്ളത്. അപ്പം നമുക്ക് ഇവിടെ പോയി എൻജോയ് ചെയ്യാം. ബ്രിസ്റ്റോന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ തൊട്ടടുത്ത് പരേഡ് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്താണ് ബ്രിസ്റ്റോ. നമ്മള് ബ്രിസ്റ്റോയുടെ അകത്തോട്ട് പോയിരിക്കുകയാണ്. ബ്രിസ്റ്റോന്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. ആ പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ. ബ്രിസ്റ്റോന്റെ എൻട്രൻസ് ആണ് കേട്ടോ ഇത്. ഇതിലെ എൻട്രൻസ് ആണ്. നല്ല പ്ലേസ് ആണ്. നമ്മളടുത്തത് ചില ബൊഫെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അവിടെ നമുക്ക് അവിടെ പോയി നോക്കിയിട്ട് വരാം എങ്ങനെ ഉണ്ടെന്ന്. ആ ഫ്ലൈറ്റ് എടുക്കാം അല്ലേ? ഫുഡ് കഴിക്കാം. ഡിന്നർ ബീഫുള്ള
ഉപയോഗിച്ചിട്ടാ പൊടി